ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അതാ സ്കൂൾ തുറന്നിട്ടുള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയമായപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് ബസ് വരാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളന്ന് വീഡിയോ ഷൂട്ട് ചെയ്യലും അവർ പറഞ്ഞയക്കലൊക്കെ ഒരുങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അവർ ഡ്രസ്സ് ചെയ്യണ സമയമായപ്പോഴത്തേനും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ 9:30ക്കാണ് സ്കൂൾ ടൈം വരുന്നത്. ബസ് ഇവിടെ 9:15 ആ ഒരു സമയത്താണ് കേട്ടോ വരാറുള്ളത്. നമ്മൾ തൊട്ടടുത്താട്ടോ 5 മിനിറ്റിൻ്റെ ഒരു യാത്ര ഉള്ളൂ കേട്ടോ നമുക്ക് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ സ്കൂളിൽ ബെല്ലടിക്കുന്ന സമയമാകുമ്പോഴത്തേന് അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ അന്ന് മുതൽ ബസ് 2 ട്രിപ്പ് ഒരുമിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അന്ന് നേരത്തെ ബസ് വന്നിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം യൂണിഫോം ഒന്നും അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊന്നും തുടങ്ങാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊന്നും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാതെ രാവിലെ എഴുന്നേൽപ്പിച്ച് അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് അവരെ അങ്ങനെ മാറ്റിപ്പിക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെവലായി തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കൂട്ടോ. അതുപോലെ തന്നെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മക്കളെ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങി പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഒരു ഹറി ബറി ആയതുകൊണ്ട് ആകെ തിരക്ക് പിടിച്ചൊരു അവസ്ഥയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതാ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പണിക്ക് നിന്നിട്ടുള്ളത്.
അങ്ങനെ യൂണിഫോം അയണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ ചായ കുടിക്കില്ല കേട്ടോ, അതാണ് കേട്ടോ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അന്ന് ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ദിൽനതാ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഓള് രാവിലത്തെ തണുപ്പും രാവിലെ നല്ല തണുപ്പാണ്, ഇപ്പോൾ പൊതുവെ മഴയാണല്ലോ രാവിലെ, അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഓള് ഡ്രസ്സ് ചെയ്ത്, പിന്നെ ഞാനിതാ ഹനുവിന് ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബെൽറ്റ് ഇട്ട് കൊടുക്കാണ്ട. ഈ ഒരു സമയമായപ്പോഴാണ് കേട്ടോ ബസ് വന്നിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് നേരെ ഫുഡൊന്നും ബോക്സിലാക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഓല അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബസ്സിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ട്, ഓലെ റോട്ടിലേക്ക് ഇറക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ എന്ത് ചെയ്ത് ഫുഡ് ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ കൊടുത്തയച്ചു. ഓലെ ഞാൻ സ്കൂൾ ബസ്സിൽ വിടുകയും ചെയ്തിട്ടുള്ളത്. അന്നത്തെ ദിവസം പിന്നെ ബുക്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ പെട്ടെന്നില്ല അവർ വിളിച്ചപ്പോൾ ഓല് പറഞ്ഞയക്കാൻ പറ്റിയത്. പിന്നെ ബസ്സിൻ്റെ പോലെ അന്ന് ഒന്നും ഇൻഫർമേഷൻ തന്നതില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഇതാ അനുവിനെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ദില്ലിനെയും വേഗത്തിലൊന്ന് ഒരുക്കി കൊടുത്തിട്ടോ. ഓൾ ജസ്റ്റ് ഒന്ന് മുടി വാർന്നൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഒന്ന് സ്കാർഫ് ഇട്ട് കൊടുത്ത് അങ്ങനെ പറഞ്ഞയച്ചിട്ടോ. പിന്നെ അതാ ഓലൊക്കെ പോയതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ക്രോഷ്യ വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്രോഷ്യയുടെ ബുട്ടീസും കുട്ടികളുടെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ബൊക്കറ്റ് ബാഗ് റെഡിയാക്കി കഴിയാറായി, ആ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ആളതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പണി നമുക്ക് തരും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷെൽഫിൽ അതെല്ലാം ഒന്ന് ഓന് കിട്ടാത്ത രൂപത്തിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. എത്രയൊക്കെ നമ്മൾ അടുക്കി പെറുക്കി വെച്ചാലും എങ്ങനെ ആയാലും പരക്കൂട്ടോ. കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വലിയവരാണെങ്കിലും ഒക്കെ അങ്ങനെ പരന്ന് കിടക്കും. അപ്പം ഞാനിതാ ഈ വക സാധനങ്ങളൊക്കെ പിന്നെ ഇതിൽ ഓന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓനത് ചെറിയ കുട്ടിയാണല്ലോ, അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് വെച്ച് ആ ഒരു ഭാഗം ക്ലീൻ ആക്കിട്ടോ. രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയാലും നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താ പറയുക, കുറേ സമയവും കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ. ഇതിപ്പോൾ ഓല് സ്കൂളിൽ പോയതിന് ശേഷം റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ആകെ അങ്ങോട്ട് വലിച്ചിട്ടിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടും ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെ ആവൂലേ. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോസ് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാനിതാ ഇതിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സൈഡിലേക്കായിട്ട് എടുത്ത് വെക്കുന്നത്. ഇല്ലതാ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടലി ഒന്ന് ആ റൂം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും കേട്ടോ ഓലൊക്കെ പോയതിനു ശേഷം. അങ്ങനെ ഇപ്പോൾ മടക്കലും അതുപോലെ തന്നെ ഒതുക്കി പെറുക്കി വെക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബെഡിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇനി നോക്കുക വേണ്ട കേട്ടോ. കാരണം എന്താ പറയുക, ഇപ്പോൾ നല്ല മഴയാണ് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ യൂണിഫോമും ഇവരുടെ ചെറിയ ഐറ്റംസ് ഒന്നും പുറത്ത് തോരിടാറില്ല കേട്ടോ. അത് ഞാനിങ്ങനെ അകത്താണ് കൊണ്ടുവന്ന് വെക്കാറ്. അതായത് നല്ല കാറ്റടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ വീഴും. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അതൊരു പണിയാവും. പിന്നെ എനിക്ക് പൊതുവേ മണ്ണിലൊക്കെ വീണാൽ പിന്നെ എടുക്കാൻ ഭയങ്കര ഒരു അറപ്പുള്ളൊരു ആളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ സംഭവം അതുകൊണ്ട് ഞാൻ കണ്ടറിഞ്ഞ് ഞാനതൊന്നും പുറത്തിട്ടിട്ടില്ല. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ആ ഏരിയ ഒക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് 2-3 തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വെച്ചു. ഞാൻ പാൻസൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യും. പിന്നെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഹാങ്കറിൽ അങ്ങനെ തൂക്കിയിടാറാണ് ചെയ്യാറുള്ളത്.
ഉള്ളിൽ അയൽ കെട്ടിയിട്ടുള്ളത് ഒരു ക്ലോത്തുമെന്ന് ഒരു നൂല് വലിച്ചിട്ടാണ് കേട്ടോ. അപ്പം അത് ഒഴിവാക്കണം എന്ന് തോന്നും, പക്ഷേ ഈ മഴയത്ത് ഒഴിവാക്കാനായിട്ട് തോന്നുന്നില്ല. പോലെ ഇങ്ങനെ ഉള്ളിൽ അയൽ കെട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കൊണ്ട്, അതുപോലെ തന്നെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. കുറേ അതുപോലെ ഒന്നായല്ലേ. നിങ്ങൾ എന്തായാലും വീഡിയോ ക്ഷമയോട് കൂടി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ.